സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ എന്ന് പോലും സംശയമാണ്. 15 വർഷം അമ്പലപ്പുഴയിലെ MLA ആയിരുന്ന ജി സുധാകരനെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി നടത്തിയ സമ്മേളനമുണ്ടല്ലോ, അതിൽ പ്രതിനിധിയാക്കിയില്ല. പൊതുസമ്മേളനത്തിലേക്ക് പോലും വിളിച്ചില്ല. തന്നെ ക്ഷണിക്കാത്തതുകൊണ്ടാണ് പോകാത്തതെന്ന് ജി സുധാകരൻ പറയുകയും ചെയ്തു. അപ്പം CPM ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തതാണ്. ഇപ്പം മനസ്സിലാകുന്ന കാര്യം പൂർണ്ണമായിട്ടും സുധാകരനെ പാർട്ടി ഒഴിവാക്കാൻ പോകുന്നു എന്നാണ്. ശരിയായിരിക്കുമോ? അതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മാത്രമല്ല, കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ CPM ജി സുധാകരനെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം പുറത്താക്കണ്ട എന്ന് കരുതി പതുക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പുറത്താക്കൽ എന്ന പ്രക്രിയയിലേക്ക് അത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. വളരെ ബോധപൂർവമായിട്ട് ജില്ലാ സെക്രട്ടറി നാസർ അല്ലേ, അതെ, ജില്ലാ സെക്രട്ടറി നാസർ നടത്തിയ ഓപ്പറേഷൻ, നാസർ ഒറ്റയ്ക്ക് നടത്തുന്ന ഓപ്പറേഷനായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അതേപോലെ തന്നെ പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള മന്ത്രി സജി ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കുടച്ചക്കർ പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ സുധാകരനെ പുറത്താക്കിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ പലതരം ബിസിനസ്സുകൾ നടത്തുന്നതിന് എതിരായിട്ടുള്ള ഒരാളായിട്ടാണ് ജി സുധാകരൻ എപ്പോഴും പാർട്ടിക്കകത്ത് അടയാളപ്പെട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം സത്യസന്ധമായി അഴിമതിരഹിതമായിട്ടുള്ള ജീവിതമാണ് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ സജി ചെറിയാൻ അങ്ങനെയല്ല. മന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നാസർ എന്ന് പറയുന്നതായിട്ടുള്ള ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ പല പ്രവർത്തനങ്ങളിലും പല മേഖലകളിലും ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലായത്. എത്രയോ വാർത്തകളാണ് കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്നതെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതേപോലെ തന്നെ ലഹരി മാഫിയ, അവരൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ള ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിൽ CPMൻ്റെ ആലപ്പുഴ ജില്ലാ പാർട്ടി മാറിയിട്ടുണ്ട്. അതിനെതിരെ എപ്പോഴും ശക്തമായ നിലപാടെടുത്ത ഒരാളായിരുന്നു ജി സുധാകരൻ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഭുവനേശ്വരൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. SFIയുടെ രക്തസാക്ഷിയായിരുന്നു ഭുവനേശ്വരൻ. അതുകൊണ്ട് ഇന്നത്തെ സഹാക്കൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഉള്ള ആ ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി ഇല്ലാതാക്കുന്ന രീതിയുടെ ഒരു അവസാനത്തെ ഫലമാണ് അമ്പലപ്പുഴയിൽ നടന്ന ഏരിയ സമ്മേളനം. ആ ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിക്കാതിരുന്നു. ജി സുധാകരൻ അവിടെ വന്നിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടെയുള്ള സഹാക്കൾക്ക് പ്രസംഗിക്കാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുന്ന കരുതേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരുത്തുകയും സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ സാമാന്യ മര്യാദ മാത്രമാണ്. ഒരു പാർട്ടി സാമാന്യ മര്യാദ ഇല്ലാത്ത പാർട്ടിയായിട്ട് വന്നാൽ അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ അതിനെ കണക്കാക്കുന്നത്. പിന്നീട് അങ്ങനെയാണ് പരിഗണിക്കപ്പെടുകയും ചെയ്യുക. അപ്പം നാളെ തനിക്കുണ്ടാകാൻ പോകുന്ന അനുഭവം ഇതുതന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്കൊരു ആത്മാവ് നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം വളരെ പ്രകടമായിട്ടുള്ള നമുക്ക് അതിനകത്ത് കാണാം. ഇതിൻ്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ത്രോവേ കൾച്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് അമേരിക്കൻ കൾച്ചറാണ്, ബൂർഷ്വാ കൾച്ചറിൻ്റെ പാർട്ടാണ് ശരിക്കും പറഞ്ഞത്. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വലിച്ചെറിയുക, അതെ, യൂസ് ആൻഡ് ത്രോ എന്നുള്ള കൾച്ചറാണ്. സുധാകരനെ ഇക്കാലം വരെ ഉപയോഗിച്ചു, ഇനി സുധാകരനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് അയാളെടുത്ത് പുറത്ത് കളയുക എന്ന് പറഞ്ഞ് പുറത്ത് കളയുന്നൊരു രീതിയാണ്. ഇത് തന്നെയാണ് സമൂഹത്തിലിപ്പോൾ പല മേഖലകളിലും നമ്മൾ കാണുന്നത്. അച്ഛനമ്മമാരെയൊക്കെ കുട്ടികൾ ഈ പറഞ്ഞ വൃദ്ധസദനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളെ കൊണ്ട് നടയിരുത്തുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ വേറെ ഒരു പാർട്ടി രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം എന്ന നിലക്ക് നമുക്കിതിനെ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഈ ജി സുധാകരൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് ആലപ്പുഴയിലെ പാർട്ടിയുടെ അവസാനത്തെ വാക്കായിരുന്നു. ജി സുധാകരൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഇപ്പോഴത്തെ സെക്രട്ടറിയായ ആർ നാസർ, അതുപോലെ തന്നെ സജി ചെറിയാൻ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു ടീമുണ്ടല്ലോ, അവരൊക്കെ DYFIയിലൂടെ ഇങ്ങനെ വളർന്നു വന്നു. അപ്പോൾ അവരെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന ജി സുധാകരൻ 75 വയസ്സ് എന്ന പ്രായപരിധിയുടെ പേരിൽ പിന്നീട് പാർട്ടിയുടെ പ്രധാന പദവികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ സജി ചെറിയാനെ ആദ്യം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ ജി സുധാകരനായിരുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് മന്ത്രിയൊക്കെ ആയപ്പോൾ സജി ചെറിയാൻ ആദ്യം ചെയ്തത് ജി സുധാകരനെ ഒതുക്കുകയായിരുന്നു. ഒരുപക്ഷെ മുൻപ് അവരുടെയൊക്കെ മേൽ ഈ ജി സുധാകരൻ കാണിച്ച ഒരു ആധിപത്യം അതവർ ഒരുപക്ഷെ തിരിച്ചു കാണിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? അല്ല, ആധിപത്യം നിലനിർത്തുന്ന സംഘടനാ സംവിധാനത്തിനകത്ത് അധികാര വടംവലിയുടെ ഭാഗമായിട്ട് ഈ ആധിപത്യമുള്ള ആളുകളെ ഒതുക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഉയർന്നു വരുന്നതായിട്ടുള്ള നേതൃത്വം അവർ ഒതുക്കും. അതതിൻ്റെ രീതി അങ്ങനെയാണ്. ഇപ്പോൾ അദ്വാനിനെ മോദി ഒതുക്കി മൂലക്കിരുത്തിയ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. VSനെ
ഒതുക്കി മൂലക്കിരുത്തിയത് നമുക്കറിയാം. പിണറായി അതിൻ്റെ നേതൃത്വം. കുറേ കഴിയുമ്പോൾ പിണറായിനെ ഏതെങ്കിലും മൂലക്ക് ആളുകൾ ചുരുട്ടി കൂട്ടി വെക്കും. ഇതൊക്കെ ഈ അധികാര ശ്രേണിയുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും നമ്മളത് പൊതുവായ കാര്യത്തിന് വേണ്ടി ചർച്ചയ്ക്ക് എടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന സന്ദേശം നൽകുക എന്നുള്ളതുകൊണ്ട്. കാരണം ഓരോരുത്തരും അവരുടെ ജീവിതകാലത്ത് ജീവിതത്തിൻ്റെ മുഴുവനും പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുകയും പാർട്ടിയുടെ ഭാഗമായി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വയസ്സാവുന്ന സമയത്ത് നൽകപ്പെടേണ്ട ആദരമുണ്ട്. ആ ആദരം സ്വാഭാവികമായിട്ടും നൽകണം. നൽകിയാൽ മാത്രമാണ് അത് പിന്തുടർച്ച പോലെ പിന്നിലേക്ക് ഒരു പാരമ്പര്യമായിട്ട് വരികയുള്ളൂ. ലെഗസി എന്ന് പറയുന്ന സാധനമാണ് ശരി. ആ ലെഗസി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെഗസി ഉപേക്ഷിച്ച് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ലെഗസി, ഇന്ദിരാഗാന്ധി, നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓരോരോ നേതാക്കളുടെയും ആ ലെഗസി ഇവിടെയാണെന്ന് വെച്ചാൽ എപ്പോഴും EMS കുറിച്ചും അതേപോലെ തന്നെ കൃഷ്ണപിള്ളയെക്കുറിച്ചും AKGയെക്കുറിച്ചും വാദവരാതെ സഹാക്കൾ സംസാരിക്കുക. അത് ലെഗസിയുടെ പാർട്ടാണ്. അതേപോലെ തന്നെയാണ് ജി സുധാകരനെയും സംസാരിക്കേണ്ടതാണ്. ജി സുധാകരൻ ഈ പറയുന്നവർ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ CPMൻ്റെ അധികാരമായിരുന്നു, CPMൻ്റെ പ്രതീകമായിരുന്നു, CPM ആയിരുന്നു. ജി സുധാകരനപ്പുറം CPM ഇല്ല എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ഒരു ഇടമാണത്. ആ ഇടത്ത് നിന്ന് അയാളെ വെറുതെ കറിവേപ്പില പോലെ എടുത്ത് ദൂരെ എറിയുക എന്ന് പറയുന്നത് ശരിയായ സമീപനമല്ല എന്നുള്ളത് പൊതുജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. പക്ഷേ അധികാരത്തിലിരിക്കുന്നവന് മനസ്സിലാക്കില്ല. അവന് അധികാരം ഉള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. നാളെ ഇവൻ ഈ സജി ചെറിയാൻ മന്ത്രിസ്ഥാനമൊക്കെ വിട്ട് താഴെ വരുന്ന സമയത്ത് ആളുകൾ ഞാൻ പല സ്ഥലങ്ങളിലുള്ള ഇതുമാതിരി അധികാരത്തിലിരുന്ന നേതാക്കൾ ഇപ്പോൾ ചെല്ലുന്ന സമയത്ത് സഹാക്കൾ അവർ ശ്രദ്ധിക്കാറില്ല. അധികാരത്തിലിരുന്ന സമയത്ത് അവരെയൊക്കെ ഈ സഹാക്കളെയൊക്കെ ശരിക്കും അടക്കി ഭരിച്ച് അവരെയൊക്കെ വിധേയരാക്കി മാറ്റി കൊണ്ടുകിടന്നിരുന്ന നേതാക്കളാണ്. പക്ഷേ ആ നേതാക്കളുടെ അടുത്ത് ഇപ്പോൾ ഈ സഹാക്കൾ അങ്ങനത്തെ ഒരു സമീപനം കാണിക്കും. അവർ ശ്രദ്ധിക്കില്ല. മരിച്ച വീട്ടിലിരുന്ന കല്യാണ വീട്ടിലൊന്നും ആരും വർത്തമാനം പറയാൻ പോലും ഉണ്ടാകും. ഈ പാവങ്ങൾ ഏതെങ്കിലും ഒരു മൂലക്ക് ഒരു ഭാണ്ഡക്കെട്ട് പോലെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാറുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ദുരന്തമാണ് അല്ല് എന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ അതാകാം. ഇതിൻ്റെ ഒരു ഘടനാ സംവിധാനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ജി സുധാകരനല്ല ആർക്കും സംഭവിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിണറായിക്ക് വേണമെങ്കിൽ അത് സംഭവിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കാണത് പോകുന്നത് എങ്കിൽ അത് ഗുണകരമായ കാഴ്ചപ്പാടല്ല. ശരിക്കും പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഭാവി എന്നുള്ളതാണ്. അത് നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഒരു പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കൾച്ചറിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജി സുധാകരന് ഒരു അവാർഡ് കിട്ടി. ഒരു CPI നേതാവിൻ്റെ പേരുള്ള അവാർഡാണ്. ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് CPIയുടെ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസാണ്. 1991 TJ ആഞ്ചലോസ് CPMൻ്റെ MP ആയിരുന്നു ആലപ്പുഴയിൽ. 96 മത്സരിച്ചു, പരാജയപ്പെടുന്നു. 98 വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ CS സുജാത എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെയാണ് കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു, അവരെ മത്സരിപ്പിക്കാനായി നിർത്തുന്നു. ആ സമയത്ത് TJ ആഞ്ചലോസ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ ആരോപണം ഉയരുകയും അങ്ങനെ TJ ആഞ്ചലോസിനെ പുറത്താക്കുകയായിരുന്നു CPMൽ. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ സുധാകരൻ ആ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് TJ ആഞ്ചലോസിനെ പുറത്താക്കാൻ ഒരു കൂട്ടം ആളുകൾ ഗൂഢാലോചന നടത്തി, അതിൽ എന്നെ കരുവാക്കി, ഞാൻ അധ്യക്ഷനായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ അജണ്ട വായിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ പുറത്താക്കാൻ പോവുകയാണ്. അപ്പോൾ പിറ്റേന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ജി സുധാകരൻ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വെച്ച് TJ ആഞ്ചലോസിനെ പുറത്താക്കി. സത്യത്തിൽ TJ ആഞ്ചലോസ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല എന്നും കുറച്ച് ആളുകൾ എന്നെ കരുവാക്കുകയാണെന്നും ഈ ജി സുധാകരൻ തുറന്നു പറച്ചിൽ നടത്തി. അങ്ങനെയുള്ള ജി സുധാകരനെ ഇനി പാർട്ടി ക്ഷണിതാവായിട്ട് പോലും ആലപ്പുഴയിൽ വേണ്ട എന്ന് സംസ്ഥാന തലത്തിൽ നിന്ന് തീരുമാനം ഉണ്ടായതായിരിക്കില്ലേ? അല്ല, സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശസ്സുകളോട് കൂടിയായിരിക്കും ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സത്യത്തിൽ മറ്റൊരു തീരുമാനിക്കുന്നു, ഇവർ നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ അതുപോലെ തന്നെയാണ് സുധാകരൻ പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹം വെറുതെ ഇരിക്കുന്നു, മറ്റൊരു ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നടപ്പിലാക്കുന്നു. മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള ആരോപണമായിരുന്നു ആഞ്ചലോസിനെതിരെ ഉയർന്നിരുന്നത്. ആ ഭാര്യയുമായി കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ പോയി, മാത്രമല്ല കൈലിമുണ്ടെടുത്ത് പോയി, വോട്ടെടുക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എഴുതിയാണ് അയാളെ പുറത്താക്കുന്നത്. അപ്പോൾ പുറത്താക്കാനായിട്ട് എന്തും കാരണമാകാം എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള കാരണത്തിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് എത്രയോ ആളുകളെ പുറത്തു കളഞ്ഞിരുന്നു. ആഞ്ചലോസ് പക്ഷേ എന്ത് ചെയ്തു, CPI പോയി ചേർന്നാറുണ്ട്. ഇപ്പോൾ ആഞ്ചലോസ് CPIയുടെ നേതാവായിട്ടെങ്കിലും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞവരെ ഇവർ പാർട്ടിയെ പറഞ്ഞതുപോലെ ആലപ്പുഴ കടപ്പുറത്ത് കാറ്റുകൊണ്ട് ഇറക്കമായിരുന്നു, കയ്യിൽ കൊണ്ടുകൊടുത്തല്ലേ, അത്ര നടക്കുകളായിരുന്നു. പക്ഷേ അയാൾ പോയി മറ്റേ പാർട്ടിയിൽ ചേർന്നതിന് പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ ഒരു നേതൃത്വത്തിൽ ഇരിക്കാനായിട്ട് കഴിയുകയും ജി സുധാകരനെ പോലെയുള്ള ഒരാൾക്ക് എന്നുവെച്ചാൽ തന്നെ പുറത്താക്കിയ നേതാവിന്
പുരസ്കാരം കൊടുക്കാനൊക്കെ കഴിഞ്ഞു, ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനൊക്കെ കഴിഞ്ഞു. ഒക്കെ ചിലപ്പോൾ ഈ പ്രകൃതിയുടെ എന്താണ് ചില കുസൃതികളെന്നൊക്കെ നമുക്ക് പറയാം. അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആലപ്പുഴയിലെ മറ്റൊരു നേതാവാണ് തോമസ് ഐസക്. പത്തനംതിട്ടയിൽ ഇലക്ഷൻ മത്സരിക്കാനായിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി. പിന്നീട് തോമസ് ഐസക്കിനെ നമ്മൾ കേട്ടിട്ടില്ല. ആലപ്പുഴയുടെ മുഖങ്ങളായിരുന്ന ഈ ജി സുധാകരൻ, തോമസ് ഐസക്, VS അച്യുതാനന്ദൻ ഇവരൊക്കെ അസ്തമിച്ചു പോകുന്നു. ഒരു നല്ല നേതാക്കളുടെ കാലം കഴിഞ്ഞു പോയി. സ്വന്തം താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന കുറേ നേതാക്കളുടെ കയ്യിലേക്ക് ഈ പാർട്ടി ആകപ്പെടുകയാണ്. അല്ല, വളരെ രസകരമായ കാര്യം VS മാത്രമല്ല, ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ട് വളരെ പ്രക്ഷുബ്ധത സൃഷ്ടിച്ചൊരു പ്രദേശമാണോ പുന്നപ്രയും വയലാറും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായി ആ രക്തം കൊണ്ട് ചുവന്ന പ്രദേശമാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ എന്ന് പറയും. ആ ആലപ്പുഴയിൽ അതിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ലെഗസി ഉണ്ടായിരുന്ന ഒരു ലീഡർ പോലും ഇല്ല എന്നുള്ളതാണ്. VSൻ്റെ പിന്നിൽ നിൽക്കുന്ന ആരാണ് അവിടെ ഉള്ളത്? VSൻ്റെ പിൻഗാമി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാനായിട്ട് ആരാണ് ഇപ്പോൾ ഉള്ളത്? VS മാത്രമല്ല, KR ഗൗരിയമ്മ എന്ന് പറയുന്ന വലിയ ഒരു എന്താണ് ഒരു സ്ത്രീ നേതാവ്. അതെ, അതൊരു വലിയ പ്രതിഭാസമായിരുന്നു ശരിക്കും. അതുപോലെ ഇപ്പോൾ CPIയിലാണെന്ന് വെച്ചാൽ TV തോമസിനെ പോലെയുള്ള അത്യുജ്വലനായിട്ടുള്ള നേതാക്കന്മാർ, CPMലും അതേപോലെ തന്നെ നമുക്ക് ചന്ദ്രസേനെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ആ നേതാക്കന്മാർക്ക് പിന്നിലൂടെ വന്ന ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി സജി ചെറിയാനൊക്കെയാണ്. എന്താണ് അയാളുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ് ക്രിസ്ത്യാനിയാണെന്നുള്ളത്. എന്താണ് അയാൾക്ക് ഇതിനകത്ത് പ്രാമുഖ്യവും പ്രാധാന്യമൊക്കെ ലഭിച്ചതെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങളാണ് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അതാണ് സംഭവം. ജാതി അതിൻ്റെ ഫലമായിട്ട് അവിടെ. പക്ഷേ ഒരിക്കലും ആലപ്പുഴയുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംക്രമിപ്പിക്കാനായിട്ട് കഴിവുള്ളതായിട്ടുള്ള ഒരൊറ്റ നേതാവിനെ പോലും നിർമ്മിച്ചെടുക്കാനായിട്ട് VSൻ്റെ പാർട്ടിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രശ്നം. നാസർ പോലും യഥാർത്ഥത്തിൽ മുസ്ലിമായതിൻ്റെ പേരിലാണ് അവൻ ഹിന്ദു സമുദായം അങ്ങനെയാണ്, സമുദായത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ മുസ്ലിം, ക്രിസ്ത്യാനി ഇതൊക്കെ വേണം ആലപ്പുഴയെ നയിക്കാൻ. എനിക്കൊന്ന് വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കര കോലാഹലം ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഇഴവരൊക്കെ ഇവരെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഴവരുടെ ഒരു വലിയ കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ CPMലൂടെ പുറത്തു വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസറും അതേപോലെ തന്നെ സജി ചെറിയാനും ഒക്കെ ശരിക്കും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം കാരണം. അതായി മാറി. അതായത് ജില്ലാ സെക്രട്ടറിയേക്കാൾ മുകളിലാണ് ഞാനെന്ന് സജി ചെറിയാൻ വരുത്താൻ ശ്രമിക്കുകയും അതല്ല ആലപ്പുഴയിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഞാനാണ് വരുന്നത് R നാസർ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ വിഭാഗീയത അവിടെ ഉണ്ട്. ആ വിഭാഗീയത വരുന്നു, ജാതി വരുന്നു, എല്ലാ സാധനവും ഇതിനകത്ത് കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. ഈ പലപ്പോഴും ഞാൻ ചില CPM ആളുകൾ നേതാക്കളൊക്കെ സംസാരിക്കുന്നതായിട്ട് അവർ പറഞ്ഞു, ഒരു പ്രദേശത്ത് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു എന്താണ് മുസ്ലിം പ്രതിനിധി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രതിനിധിയൊക്കെ വരുമ്പോൾ പാർട്ടി പറയുന്നത് അവരെ പ്രൊമോട്ട് ചെയ്യാനാണ് പറയുന്നത്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറയുകയെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ആളില്ല അങ്ങനത്തെ ആളുകൾ. അപ്പോൾ അവന്മാർക്ക് എന്താ സംവരണം കിട്ടി അവരെന്ത് ചെയ്യാണ് ലീഡർഷിപ്പിൽ വരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇഴവരിലൊക്കെ പെട്ട പല യുവാക്കൾക്കും അവസരം പോലും നിഷേധിക്കപ്പെടുന്നത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ചില ആളുകൾ കയറി വരുമ്പോൾ അവർക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ CPMനകത്ത് അത്തരത്തിലുള്ളൊരു സംവരണ പ്രക്രിയ പോലും ഉണ്ട് എന്ന ചർച്ച CPMനകത്ത് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ ശരിയായിരിക്കാം. പിന്നെ നാസറിൻ്റെയും അതേപോലെ തന്നെ സജി ചെറിയാൻ്റെയൊക്കെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ജി സുധാകരനെ പോലെയുള്ള നമ്മുടെ പഴയകാലത്തെ വലിയ പ്രതാപവീര്യനായിട്ടുള്ള മനുഷ്യനെ വെട്ടിമാറ്റുന്നത്. അയാൾ വേണ്ട, പാർട്ടിയിലും വേണ്ട, പാർട്ടിയുടെ അയൽവക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാണ് അതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.